KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ കണ്ടക്ടർ ഇറക്കിവിട്ടെന്ന ഗുരുതര പരാതി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്തെങ്കിലും ഗൂഗിൾ പേ വഴി ഇടപാട് നടത്താൻ കഴിയാത്തതിനാലാണ് സംഭവം നടന്നതെന്ന് യുവതി ആരോപിച്ചു. വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുമായ ദിവ്യയാണ് പരാതി നൽകിയത്. ഡിസംബർ 26-ാം തീയതി രാത്രി 9 മണിയോടെയാണ് സംഭവം. പതിവായി ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 9:45-ന് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള അവസാന ബസ്സിലാണ് ദിവ്യ വീട്ടിലെത്താറുള്ളത്. എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അന്നേ ദിവസം രാത്രി 8:30-ന് കൂനമ്പനയിൽ നിന്ന് ബസ് കയറി. പേഴ്സ് വീട്ടിൽ മറന്നതിനാൽ ഗൂഗിൾ പേ വഴി യാത്രാ ചെലവ് അടയ്ക്കാമെന്ന വിശ്വാസത്തിലാണ് ബസ്സിൽ കയറിയത്. എന്നാൽ സെർവർ തകരാറിനെ തുടർന്ന് ഇടപാട് പൂർത്തിയാക്കാനായില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ ഇറക്കിവിട്ടുവെന്നാണ് ദിവ്യയുടെ പരാതി. സെർവറിന്റെ തകരാറാണെന്നും അല്പസമയത്തിനകം കാശ് അയക്കാമെന്നും പറഞ്ഞിരുന്നു. വെള്ളറടയിൽ ഇറങ്ങുമ്പോൾ കാശ് തരപ്പെടുത്തി നൽകാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ കണ്ടക്ടർ വഴങ്ങാതെ ഇത്തരം തട്ടിപ്പുകാരെ തനിക്ക് അറിയാമെന്നും പറഞ്ഞ് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിട്ടു എന്നാണ് ദിവ്യയുടെ ആരോപണം. തെരുവുകളൊക്കില്ലാത്ത തോലടിയിൽ സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനാൽ ഭർത്താവിനെ വിവരമറിയിച്ച് 2.5 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തുകയായിരുന്നു. പിന്നീട് ഭർത്താവ് എത്തിയതായും ദിവ്യ വ്യക്തമാക്കി. KSRTC ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ ദിവ്യ പലപ്പോഴും ഗൂഗിൾ പേ ഉപയോഗിച്ച് ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകിയിട്ടുണ്ട്. ദിവ്യയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.